മുത്തശ്ശി കഥകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പുതിയൊരു കഥ കേൾക്കാം. മഹാഭാരതത്തിലുള്ള കഥയാണ് ഖാണ്ഡവദഹനം എന്നുള്ളൊരു ഭാഗം. ആ കഥ നമുക്കൊന്ന് നോക്കാം. ഒരിക്കൽ ശ്രീകൃഷ്ണനും അർജുനനും കുറേ ബന്ധുക്കളും ഒക്കെ ആയിട്ടൊരു ഉല്ലാസയാത്രയ്ക്ക് പോയി ഇത്രേ. അങ്ങനെ നടക്കുന്ന സമയത്ത് അവർ ഈ ഖാണ്ഡവ വനത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ വിശ്രമിച്ചൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ കൃഷ്ണൻ്റെയും അർജുനൻ്റെയും അടുത്തേക്ക് അതിയായ തേജസ്സുള്ള അഗ്നി ജ്വലിക്കണ പോലെയുള്ള തേജസ്സുള്ള ഒരു ബ്രാഹ്മണൻ പ്രത്യക്ഷപ്പെട്ടു അത്രേ അവരുടെ മുമ്പിൽ. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വല്ലാണ്ട് വിശക്കണു, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ ഒരുപാട് കൊതിയുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹത്തോടെയാണ് ഞാനിങ്ങനെ ഇപ്പം നിങ്ങളുടെ അടുത്ത് വന്നിരിക്കണത്. നിങ്ങളിങ്ങനെ ഉദാര മനസ്സുള്ളവരാണല്ലോ, എനിക്ക് വേണ്ട ഭക്ഷണം തരാൻ നിങ്ങൾക്കൊരു വിഷമവും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കണത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അർജുനൻ വിചാരിച്ചു, ഒരു ബ്രാഹ്മണന് വിശപ്പടക്കാൻ ഇപ്പോൾ എന്താ വിഷമം, ഏറിയാൽ എത്ര ഭക്ഷണം വേണ്ടി വരും, ഇനിയിപ്പോൾ അയാൾ ഇനി രണ്ടാളുടെ ഭക്ഷണം കഴിച്ചാലും വലിയ വിഷമമൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ച് അയാളുടെ വിശപ്പ് അടക്കിയിട്ട് തന്നെ കാര്യം എന്നൊക്കെ വിചാരിച്ചു. ചോദിച്ചു, അങ്ങക്ക് വേണ്ടത്ര ഭക്ഷണം നൽകാൻ ഞാൻ തയ്യാറാണ്, എന്താ വേണ്ടതെന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബ്രാഹ്മണരൂപം ധരിച്ച് വന്ന അഗ്നിദേവനായിരുന്നു അദ്ദേഹം പറഞ്ഞു, ഞാൻ അഗ്നിയാണ്, ഈ ഖാണ്ഡവ വനം ദഹിപ്പിച്ച് എൻ്റെ വിശപ്പ് മാറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. പല പ്രാവശ്യം ഞാൻ ഇതിന് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ പറ്റിയില്ല. എന്താ കാരണം? ഈ ഇന്ദ്രൻ്റെ കൂട്ടുകാരനായിട്ട് ഒരു സർപ്പം തക്ഷകൻ ഈ കാട്ടിൽ താമസിക്കുന്നുണ്ട്. അത് കാരണം ഇന്ദ്രൻ, ഞാൻ ഇതിങ്ങനെ അഗ്നി ഇങ്ങോട്ട് പടരാൻ തുടങ്ങുമ്പോഴേക്കും ഇന്ദ്രൻ മോളിൽ നിന്ന് മഴ പെയ്യ്ക്കും. പിന്നെ എന്താ ചെയ്യുക? അങ്ങനെ നിങ്ങൾ രണ്ടാളും, ഈ ഇന്ദ്രൻ മഴ പെയ്യിക്കുമ്പോൾ നിങ്ങൾ രണ്ടാളും കൂടി ഈ മഴ തടഞ്ഞിട്ട് എന്നെ സഹായിക്കണം. ഈ വനം മുഴുവൻ ഭക്ഷിച്ചാൽ മാത്രമേ എൻ്റെ വിശപ്പ് മാറുള്ളൂ എന്നൊക്കെ വന്നിട്ട് പറഞ്ഞു ഈ അഗ്നിദേവൻ ഇവരോട്. സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ അഗ്നിദേവന് ഒരു വിശപ്പില്ലായ വന്നു അത്രേ, ഒരു ദഹനക്കേട്. അതെന്താ കാരണം? ശ്വേതകി എന്ന് പറഞ്ഞിട്ട് ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ തുടർച്ചയായിട്ട് 12 കൊല്ലം ദുർവാസസ് മുനി ഉണ്ടല്ലോ, ദുർവാസസ് മുനിയെ കൊണ്ട് യജ്ഞം നടത്തിച്ചു. യാഗം നടത്തി 12 കൊല്ലം തുടർച്ചയായി യാഗത്തിൽ കിട്ടണ ഈ ഭക്ഷണങ്ങൾ ഭക്ഷിച്ചിട്ട് ആണ് അഗ്നിക്ക് ഈ ദഹനക്കേട് വന്നത് എന്നാണ് പറയണത്. ഒന്നും വേണ്ട, ഒരരുചി. അങ്ങനെ ഈ അഗ്നിദേവൻ ബ്രഹ്മാവിനോട് പോയി പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ആകെ ബുദ്ധിമുട്ടിലാണ്. ഈ ഹവിസ് എന്ന് വെച്ചാൽ അഗ്നി 12 വർഷക്കാലം ഈ ഹവിസ് ഇങ്ങനെ അനുഭവിച്ച് ഇരിക്കുകയാണ്. അത് കാരണം മറ്റുള്ള യജ്ഞങ്ങളിൽ വേറെ ആരെങ്കിലും യജ്ഞം നടത്തിയാൽ ആ ഹവിസ് ഏൽക്കാനുള്ള ഒരു താല്പര്യം ഇല്ലാണ്ടായി, എന്ന് വെച്ചാൽ രുചി ഇല്ലാണ്ടായി എന്ന് ചുരുക്കം. ആകെ വെളുത്ത് ഒരു തെളിച്ചവും ഇല്ലാണ്ട് ഒരു രോഗഗ്രസ്തനായി മാറി. അപ്പോൾ രോഗശാന്തിക്ക് വേണ്ടിയിട്ട് അഗ്നി ബ്രഹ്മലോകത്തെത്തി ബ്രഹ്മാവിനോട് പറഞ്ഞു, 12 വർഷം ഇതുപോലെ ഈ ഹവിസ് അനുഭവിക്കുക കാരണം എനിക്ക് വയറിന് വലിയ സുഖമില്ല, രുചിക്കുറവ് ആണ്. അപ്പോൾ ബ്രഹ്മാവ് എന്താ പറഞ്ഞേ? ഖാണ്ഡവ വനം ഭക്ഷിക്കുക, ഖാണ്ഡവ വനം ഭക്ഷിച്ചോളൂ, അപ്പോൾ നിനക്ക് സുഖം ഉണ്ടാവും, വയറിന് സുഖമാവും എന്ന് പറഞ്ഞു ബ്രഹ്മാവ്. അഗ്നി മടങ്ങിപ്പോന്നു. ഖാണ്ഡവ വനം ഭക്ഷിക്കാൻ ശ്രമിച്ചു. വനത്തിനുള്ളിലുള്ള ജന്തുക്കൾ തീ കെടുത്തി 7 വട്ടം അഗ്നി ശ്രമിച്ചു അത്രേ, പരാജയപ്പെട്ടു. അപ്പോൾ നിരാശനായിട്ട് അഗ്നി വീണ്ടും ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, നരനാരായണന്മാർ
കൃഷ്ണാർജുനന്മാരായിട്ട് ജനിക്കും. അന്ന് അവർ നിൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തരും. അത്രയും കാലം ഒന്ന് ക്ഷമിക്കുക എന്ന് പറഞ്ഞു. അപ്പം ക്ഷമയ്ക്കില്ലേ ഒരതിര് എന്ന് അഗ്നിക്ക് ക്ഷമ നശിച്ചു. ക്ഷമയ്ക്കില്ലേ ഒരതിര്. അപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് ഈ നരനാരായണന്മാരെ കാണാനില്ല ഭൂമിയിലേക്ക്. കൃഷ്ണനും അർജുനനെയും കാണാനില്ല ഖാണ്ഡവനത്തിൽ. അങ്ങനെയൊന്നും കണ്ടില്ല അഗ്നി. അപ്പോൾ അഗ്നി പിന്നെയും പോയി ബ്രഹ്മാവിനെ കണ്ടു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, അവസരം വന്നു, അവസരമായി, കൃഷ്ണാർജുനന്മാർ ജനിച്ചിരിക്കണു, അവരുടെ സഹായം തേടൂ എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ്റെ മുന്നിൽ വെച്ച് തന്നെ നിനക്ക് ഖാണ്ഡവനം ദഹിപ്പിക്കാൻ സാധിക്കും എന്നൊക്കെ ബ്രഹ്മാവ് വീണ്ടും സമാധാനിപ്പിച്ചു വിട്ടു. അങ്ങനെ ബ്രഹ്മാവിൻ്റെ ഉപദേശം അനുസരിച്ച് അഗ്നി ഈ കൃഷ്ണാർജുനന്മാരെ തേടി 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 നടക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഖാണ്ഡവ വനത്തിൽ വെച്ച് തന്നെ ഇവരെ കാണാൻ സാധിച്ചു. വലിയ ആശ്വാസമായി. അർജുനൻ അപ്പോൾ അഗ്നിയോട് പറഞ്ഞു, എൻ്റെ കയ്യൂക്കിനൊത്തൊരു വില്ലും പിന്നെ എന്തൊക്കെ വേണം എന്നാണ് പറയണത്. മഴ തടുക്കണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നാണ് പറയണത്. ഈ എൻ്റെ കയ്യൂക്കിൻ്റെ കാര്യം അറിയാമല്ലോ, അതിനൊത്തൊരു വില്ലും, ഒരിക്കലും അമ്പൊടുങ്ങാത്ത ഒരു ആവനാഴി, വായുവേഗത്തിൽ പായണ നല്ല കുതിരകൾ, പിന്നെ ഒരു നല്ല രഥവും. കുതിരകൾ മാത്രം നന്നായാൽ പോരാ, രഥവും നന്നാവണം അല്ലേ. ഉണ്ടെങ്കിൽ ഇതൊക്കെ ഈ പറഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആരെ വേണമെങ്കിലും എതിർത്ത് തോൽപ്പിക്കും. പിന്നെ കൃഷ്ണൻ്റെ അവസ്ഥയും അതുപോലെയൊക്കെ തന്നെയാണ്. അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ കഴിവിനനുസരിച്ച് പ്രയോഗിക്കാൻ ഒരായുധമില്ല എന്നൊക്കെയാണ് അർജുനൻ പറയണത്. അപ്പം തന്നെ ഈ അഗ്നിദേവൻ പോയിട്ട് സമുദ്രത്തിൻ്റെ അധിപനായ വരുണനെ ധ്യാനിച്ചു. വരുണൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പം വരുണനോട് പറഞ്ഞു, ഹനുമാൻ്റെ ചിഹ്നമുള്ള കൊടിക്കൂറയോട് കൂടിയ ഒരു വിശിഷ്ട രഥം, അതുപോലെ വായുവേഗത്തിലുള്ള വെള്ളക്കുതിരകൾ, പിന്നെ ഗാണ്ഡീവം എന്ന് പേരുകേട്ട ചാപം എന്ന് വെച്ചാൽ വില്ല്, ഒരിക്കലും ഒടുങ്ങാത്ത ആവനാഴി, അതുപോലെ ശത്രു സംഹാരത്തിന് ഏറ്റവും പ്രാപ്തങ്ങളായിരിക്കുന്ന അസ്ത്രങ്ങൾ, ഇതൊക്കെ എനിക്ക് വേണം, എനിക്ക് വേണ്ടി അർജുനന് നൽകണം. വരുണനോട് അഗ്നി പറയുകയാണ്. അർജുനൻ്റെ പ്രതാപകാലം അവസാനിക്കുന്ന സമയത്ത് അങ്ങ് അത് തിരിച്ചു വാങ്ങിക്കോളൂ എന്ന് അഗ്നി പറഞ്ഞു. അഗ്നിയുടെ ഈ നിർദ്ദേശമനുസരിച്ച് വരുണൻ്റെ ഭണ്ഡാരത്തിൽ സൂക്ഷിപ്പിൽ ഉള്ള ഈ സാധനങ്ങളെല്ലാം അപ്പം തന്നെ കൊടുത്തു, അർജുനന് സമ്മാനിച്ചു. അതുപോലെ അഗ്നി തന്നെ കൃഷ്ണന് ത്രിചക്രം കൊടുത്തു, സുദർശന ചക്രം. അതുപോലെ കൗമോദകി എന്ന് പറയുന്ന ഗദയും അഗ്നിദേവൻ ഭഗവാന് കൊടുത്തതാണ് എന്നാണ് പറയുന്നത്. ഗാണ്ഡീവവും വിശിഷ്ടങ്ങളായ തുണീരവും അതൊക്കെ കിട്ടിയപ്പോൾ അർജുനൻ്റെ ബലം 10 മടങ്ങ് അങ്ങോട്ട് വർദ്ധിച്ചു. അതുപോലെ ചട്ടയും കയ്യുറയും ഒക്കെ ധരിച്ച വാളും ഏന്തി ഇന്ദ്രനെ എതിർക്കാൻ അങ്ങോട്ട് ആരാ ഇന്ദ്രൻ? അച്ഛനാണ്. എതിർക്കാൻ ഒരുങ്ങി റെഡിയായി. രഥം കൊണ്ട് 3 വട്ടം പ്രദക്ഷിണം ചെയ്തു. കുതിരകളെയും കെട്ടി അതിൽ ചാടി കയറി. കൃഷ്ണൻ ഈ രഥത്തിനെ 3 വട്ടം പ്രദക്ഷിണം ചെയ്തിട്ട് കുതിരകളെ അതിൽ കെട്ടി അതിലേക്ക് അങ്ങോട്ട് ചാടി കയറി. കൃഷ്ണൻ തേരാളിയായി. അർജുനൻ്റെ തേരാളി. അന്നും കൃഷ്ണനായിരുന്നു അർജുനൻ്റെ തേരാളി എന്നാണ് പറയുന്നത്. അപ്പോൾ കൃഷ്ണനും അർജുനനും കൂടി എല്ലാം റെഡിയായി അഗ്നിദേവനെ വണങ്ങി. പറഞ്ഞു, ഖണ്ഡവനം ഇനി അങ്ങ് ഭക്ഷിച്ചു തുടങ്ങിയാലും ആരെയും എതിർത്ത് തോൽപ്പിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്, ഭക്ഷിച്ചു തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അർജുനൻ്റെ അനുവാദം കിട്ടിയപ്പോൾ തന്നെ അഗ്നി ഖാണ്ഡവനത്തിൽ പ്രവേശിച്ചു. അങ്ങോട്ട് 4 പാടും തീ പടർന്നു പിടിച്ചു. ശാഖോപശാഖകളായിട്ട് വളർന്ന് അങ്ങനെ വലിയ വലിയ മരങ്ങളും ഇങ്ങനെ കൂട്ടത്തോടെ ഇങ്ങനെ കത്തിക്കരിഞ്ഞ് വീണു തുടങ്ങി. മരക്കൊമ്പുകളിലൊക്കെ വള്ളിക്കുടിലുകളിലും ഒക്കെ ആയിട്ട് എത്ര ജീവികളുണ്ടാവും അല്ലേ. അതൊക്കെ
അങ്ങനെ കൂട്ടക്കരച്ചിൽ തുടങ്ങി. എല്ലാ ജന്തുക്കളും കൂട്ടക്കരച്ചിൽ തുടങ്ങി. എല്ലാം ചത്തു വീഴാൻ തുടങ്ങി. എന്തൊക്കെ ജന്തുക്കളുണ്ടാവും, വലിയ കാടാണ് അവിടെ. ആ അസഹനീയമായിട്ടുള്ള ചൂട്, പ്രാണരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ മൃഗങ്ങളും നാലുപാട് ഓടി. സിംഹം, പുലി, കരടി, ആന എന്ന് വേണ്ട സകല ജീവികളും ഓടി. തീയപ്പെട്ടു. ഓടിയിട്ട് കാര്യമില്ലല്ലോ, നാലുപുറവും തീയാണ്. എവിടേക്കാണ് ഓടുക? എല്ലാം ചത്തു. ജന്തുക്കളുടെയും ഈ പക്ഷികളുടെയും ഒക്കെ കരച്ചിൽ കാരണം അവിടെ എല്ലായിടവും ഇങ്ങനെ ആ കരച്ചിലിങ്ങടെ മാറ്റലി കൊണ്ടുവന്നാണ് പറയണത്. ജലാശയങ്ങളൊക്കെ വറ്റി. മീനും ആമയും ജലത്തിൽ ജീവിക്കുന്ന ജന്തുക്കളടക്കം ചത്തുപോയി എന്നാണ് പറയണത്. വലിയൊരു കാടാണ് ഖണ്ഡവം എന്ന് പറഞ്ഞാൽ. അവിടെ മുഴുവനും അഗ്നി പിടിച്ചു കഴിഞ്ഞാലുള്ള കഥ അങ്ങനെ സങ്കല്പിച്ച് നോക്കൂ. അപ്പം മനസ്സിലാവും അതിലുള്ള ജീവികളുടെയൊക്കെ അവസ്ഥ. അങ്ങനെ അഗ്നിജ്വാലകളങ്ങനെ വാനോളം പൊങ്ങി. അപ്പോൾ ഖാണ്ഡവനം ദഹിപ്പിക്കുന്ന വാർത്ത ദേവേന്ദ്രൻ മനസ്സിലാക്കി, കേട്ടു. ദേഷ്യം കൊണ്ട് വന്നു. അപ്പോൾ ദേഷ്യം കൊണ്ട് ഇങ്ങനെ ഒരുപാട് മേഘങ്ങളെ അങ്ങോട്ട് പറഞ്ഞയച്ചു. മേഘങ്ങൾ ആകാശത്ത് നിന്ന് പെയ്യാനും തുടങ്ങി. ഖണ്ഡവനം ദഹിക്കുകയാണ് എന്ന് കണ്ടപ്പോൾ മഴ പെയ്യ്ക്കാൻ തുടങ്ങി ദേവേന്ദ്രൻ. അർജുനൻ ദിവ്യാസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് ആ കാടിൻ്റെ മുകളിൽ ഒരു അസ്ത്രം കൊണ്ടൊരു മേൽപ്പുര തീർത്തു. മഴയെ അങ്ങോട്ട് തടഞ്ഞു. അങ്ങനെ കാളമേഘങ്ങളാണ് ആകാശത്ത് കൂടി അങ്ങനെ വരുന്നത്. ധാരമുറിയാതെ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടെങ്കിലും അർജുനൻ അതൊക്കെ തടുത്തു എന്നാണ് പറയണത്. ഒരു തുള്ളി വെള്ളം പോലും ഭൂമിയിൽ പതിച്ചില്ല അത്രേ ആ ഭാഗത്ത്. ഇന്ദ്രനും കൂടെ ദേഷ്യം വന്നു. ആരാ തൻ്റെ എതിരാളി എന്ന് ആരോ തന്നെ എതിർക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിലായി. പക്ഷെ മകനാണെന്ന് മനസ്സിലായിട്ടില്ല. അച്ഛനാണെന്ന് മകനറിയാം. അച്ഛനാണ് ഈ മഴ പെയ്യിക്കണമെന്നുള്ളത് മകനറിയാം. പക്ഷെ താഴത്ത് മകനാണ് എന്നുള്ളത് അച്ഛൻ അറിഞ്ഞിട്ടില്ല എന്നാണ്. ഈ ദേഷ്യം വന്നു. അസ്ത്രപ്രയോഗം നടത്തി തുടങ്ങി. എതിരാളി ആരാന്നറിയില്ല. അർജുനൻ അതെല്ലാം തടുത്തു. ശക്തിയേറി ഒരു ഇന്ദ്രനും അർജുനനും തമ്മിൽ ഘോര യുദ്ധം പോലെയായി. അപ്പോൾ തക്ഷകൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. തക്ഷകൻ കുരുക്ഷേത്രത്തിലായിരുന്നു അത്ര ആ സമയത്ത്. അപ്പം ഈ തക്ഷകൻ്റെ അമ്മയും മകനും, തക്ഷകൻ്റെ അമ്മയും തക്ഷകൻ്റെ മകനും അവിടെ ഉണ്ടായിരുന്നു അത്രേ ആ ഖണ്ഡവ വനത്തിൽ. അപ്പോൾ ഈ അമ്മ എന്ത് ചെയ്തു? അശ്വസേനൻ എന്നാണ് തക്ഷകപുത്രൻ്റെ പേര്, അശ്വസേനൻ. അമ്മ എന്ത് ചെയ്തു? തക്ഷകപുത്രനാണ് അശ്വസേനൻ. അശ്വസേനൻ്റെ അമ്മ ആണ് അവിടെ ഉണ്ടായിരുന്നത്. അതായത് തക്ഷകൻ്റെ പത്നി. തക്ഷകൻ്റെ പത്നിയും അശ്വസേനനായ മകൻ എന്നുള്ള മകനും ആണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അമ്മ ഈ മകനെ വിഴുങ്ങി ഇത്രേ, വായിൽ വെച്ച് വിഴുങ്ങിയിട്ട് ഈ തീയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അർജുനൻ എന്ത് ചെയ്തു? ആ അമ്മയുടെ കഴുത്തറുത്തു വിട്ടു. അപ്പോൾ ദേവേന്ദ്രൻ കൊടുങ്കാറ്റിനെ വിട്ട് അർജുനനെ മോഹാലസ്യപ്പെടുത്തി ഇത്രേ. അർജുനനാണെന്ന് അറിഞ്ഞിട്ടല്ല, ആരായാലും എതിരാളിയെ മോഹാലസ്യപ്പെടുത്തി. കൊടുങ്കാറ്റിനെ വിടുക ചെയ്തേ. താൻ സ്വയം കാണുന്നില്ലല്ലോ ആരാണെന്നുള്ളത്. കൊടുങ്കാറ്റിനെ വിട്ടിട്ട് ആ അഗ്നിയെ മഴ തടുക്കണ ആളെ മോഹാലസ്യപ്പെടുത്താൻ പറഞ്ഞു. മോഹാലസ്യപ്പെടുത്തി. ആ തക്കം നോക്കി അശ്വസേനൻ അമ്മയുടെ വായിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ ദേവേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ദേവന്മാരെല്ലാവരും ആയുധം എന്തി പോരിഞ്ഞു വന്നു. ഇപ്പം കൃഷ്ണാർജുനന്മാർ ദേവന്മാരെയൊക്കെ നിശേഷം പരാജയപ്പെടുത്തുകയും ചെയ്തു. ദേവന്മാരൊക്കെ ഓടി മറഞ്ഞു. ദേവേന്ദ്രൻ അവശനായി കുഴങ്ങിപ്പോയി. അപ്പോൾ ആകാശത്തുനിന്ന് ഒരശരീരി ഉണ്ടായി എന്നാണ് പറയണത്. ദേവേന്ദ്ര, അങ്ങ് യുദ്ധം ചെയ്യുന്നത് സ്വന്തം പുത്രനായ അർജുനനോടാണ് എന്ന്. അവൻ്റെ സഹായത്തിന് കൂടെ കൃഷ്ണനുമുണ്ട്. നരനാരായണന്മാരായ ഈ കൃഷ്ണാർജുനന്മാരെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് മനസ്സിലാക്കി അതൊക്കെ മനസ്സിലാക്കി യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് ഒരു അശരീരി കേട്ടു അത്രേ. ഇത് കേട്ടപ്പോൾ ഇന്ദ്രൻ
എന്താ വേണ്ടതെന്നറിയാതെ അങ്ങനെ അന്തമിട്ട് നിന്നു എന്നാണ് പറയണത്. എന്നാൽ തൻ്റെ പുത്രൻ്റെ അപ്പോൾ അന്തമിട്ട് നിന്ന ആ സമയത്തും തൻ്റെ മകനാണല്ലോ അല്ലേ എന്നുള്ള അവൻ്റെ ആ സാമർഥ്യത്തെക്കുറിച്ചൊക്കെ ഒരു അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നും ചെയ്തു എന്നാണ് പറയണത്. അപ്പോൾ താൻ അയച്ച മേഘങ്ങളെ ഇന്ദ്രൻ തടുത്തു. അർജുനൻ തൻ്റെ ദിവ്യാസ്ത്രങ്ങളെയും ഒക്കെ പ്രതിസംഹരിച്ചു അല്ലേ. അതൊക്കെ ഓർത്തപ്പോൾ വലിയ സന്തോഷമായി. അഗ്നിഭഗവാൻ ഒരു തടസ്സവും കൂടാതെ ആ വനം മുഴുവൻ 15 ദിവസം കൊണ്ട് ആ ഖണ്ഡവ വനം മുഴുവനും ദഹിപ്പിച്ചു. എന്നിട്ട് ആ വയറ്റിലെ സൂക്കേട് മാറ്റി എന്നാണ് പറയണത്. ആ ഖണ്ഡവ വനം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു മയൻ എന്നൊരു അസുരശില്പി പുറത്ത് ചാടി രക്ഷപ്പെടാൻ തുടങ്ങി. അത് കണ്ട് കൃഷ്ണൻ സുദർശന ചക്രം എടുത്ത് അവൻ്റെ നേരെ എറിഞ്ഞു. അപ്പോൾ മയൻ എന്ത് ചെയ്തു? നമസ്കരിച്ചു. അയ്യോ രക്ഷിക്കണേന്നും പറഞ്ഞ് പാദത്തിൽ വീണു. അങ്ങനെ ശരണാഗതി പ്രാപിച്ച ആളെ പിന്നെ കൊല്ലാൻ പാടില്ല, അങ്ങനെയാണ് നിയമം. അപ്പോൾ ശരണാഗതി അടഞ്ഞത് കാരണം പിന്നെ കൊന്നില്ല, ഉപദ്രവിക്കാതെ വിട്ടയച്ചു. മയനെ കൂടാതെ 4 ശാർംഗകപക്ഷികളും കൂടി അഗ്നിക്ക് ഇരയാവാതെ രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ആ ശാർംഗകപക്ഷികളുടെ കഥ ഞാൻ അടുത്ത തവണ പറയാം. ഈ കൃഷ്ണാർജുനന്മാരുടെ വീരപരാക്രമങ്ങൾ കണ്ട് ദേവേന്ദ്രൻ സന്തുഷ്ടനായി. എന്നിട്ട് എന്ത് വരാ വേണ്ടതെന്ന് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അർജുനൻ വേഗം ദിവ്യാസ്ത്രങ്ങളാണ് ആവശ്യപ്പെട്ടത്. അർജുനൻ എപ്പോഴും യുദ്ധം, പോര്, അസ്ത്രം, ആയുധങ്ങൾ എന്നൊക്കെയുള്ള വിചാരമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ദിവ്യാസ്ത്രങ്ങൾ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ദേവേന്ദ്രൻ അർജുനനോട് പറഞ്ഞു, നീ ശിവനെ തപസ് ചെയ്ത് തൃപ്തിപ്പെടുത്തിയാൽ നിനക്ക് ആവശ്യമുള്ള ദിവ്യാസ്ത്രങ്ങൾ പരമശിവൻ തരും എന്ന് അനുഗ്രഹിച്ചു. മകനെ അനുഗ്രഹിച്ചു. കൃഷ്ണനോട് ചോദിച്ചപ്പോൾ കൃഷ്ണന് എന്നും നീണ്ടു നിൽക്കണ സൗഹാർദ്ദം, എനിക്ക് അർജുനനുമായി എന്നും നീണ്ടു നിൽക്കുന്ന സൗഹാർദ്ദം മതി എന്നാണ് കൃഷ്ണൻ ആവശ്യപ്പെട്ടത്. ഇന്ദ്രൻ കൃഷ്ണനെയും ആവശ്യപ്പെട്ടത് കൊടുത്തു. അങ്ങനെ കൃഷ്ണനും അർജുനനും മയനും അഗ്നിയോട് യാത്ര പറഞ്ഞ് ഇങ്ങനെ സന്തോഷമായിട്ട് മടങ്ങിപ്പോയി എന്നാണ് ഈ കഥ. ഇനി ഈ അഗ്നിക്കിരയാവാതെ രക്ഷപ്പെട്ട ശാർംഗകപക്ഷികളുണ്ട്. ആ ശാർംഗകപക്ഷികളുടെ കഥ ഞാൻ അടുത്ത തവണ പറയാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.